കാട്ടിൽ ഒരു നദിക്കരയിൽ നിന്ന് പോലീസിന് വളരെയധികം സ്മഗ്ലിംഗ് സാധനങ്ങൾ കിട്ടുന്നു. നദിക്കരയിലെ നനഞ്ഞ മണ്ണിൽ ട്രക്കിന്റെ അടയാളവും ഉണ്ടായിരുന്നു. പോലീസ് ചുറ്റും അന്വേഷണം നടത്തുന്നു. അപ്പോൾ അവർ 3 ട്രക്കുകൾ കണ്ടെത്തുന്നു. 3 ട്രക്കും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നദിക്കരയിൽ വന്ന ട്രക്ക് ഏതാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ ലോജിക്കൽ ആർമി? ABC 3നെയും ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നോട് പറയൂ. മൂന്നാമത്തെ ട്രക്കിന്റെ മുന്നിൽ നോക്കൂ. ഒരു ചങ്ങല തൂങ്ങിക്കിടപ്പുണ്ട്. അത് ഭൂമിയിൽ തട്ടുന്നുമുണ്ട്. അതുകാരണമാണ് ഈ അടയാളമുണ്ടാകുന്നത്. അതിനർത്ഥം ഈ ട്രക്കാണ് നദിക്കരയിൽ വന്നത്. പോലീസ് ആ ട്രക്കിലെ ആൾക്കാരെ തിരയുവാൻ തുടങ്ങുന്നു. വരൂ, നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ചന്തയിൽ പട്ടാപ്പകൽ ഒരു കൊലപാതകം നടക്കുന്നു. എന്നാൽ ആരും ക്രിമിനലിനെ കുറിച്ചുള്ള വിവരം പോലീസിനോട് പറയുന്നില്ല. കൊലപാതകം നടന്ന സ്ഥലത്തിനെതിരെയുള്ള സ്ഥലത്തെ 3 ആളുകളോട് പോലീസ് വിവരങ്ങൾ ചോദിച്ചറിയുന്നു. ആദ്യത്തെ മനുഷ്യൻ പറയുന്നു, സർ, ഞാൻ ആ സമയത്ത് ബാത്റൂമിൽ പോയിരിക്കുകയായിരുന്നു. ഞാനൊന്നും തന്നെ കണ്ടിട്ടില്ല. പാനിപ്പൂരി വിൽക്കുന്നയാൾ പറയുന്നു, സർ, രാവിലെ മുതൽ എന്റെ അടുത്ത് കസ്റ്റമർ ഒന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ ചന്തയിലൊന്ന് ചുറ്റിത്തിരിയാൻ പോയിരുന്നു. ഞാൻ ഇപ്പോഴാ തിരിച്ചു വന്നതും. മൂന്നാമൻ പറയുന്നു, സർ, എനിക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് ദൂരെയുള്ളതൊന്നും കാണുവാൻ സാധിക്കില്ല. 3 പേരുടെയും സംസാരം കേട്ട പോലീസിന് ആരാണ് കള്ളം പറയുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് അയാളെന്ന്? പാനിപൂരിക്കാരനാണ് ഇവിടെ കള്ളം പറയുന്നത്. അയാൾ പറഞ്ഞത് നേരം വെളുത്തത് മുതൽ അയാളുടെ കടയിൽ കസ്റ്റമർ ഒന്നും വന്നില്ല എന്നാണ്. എന്നാൽ അയാളുടെ ഡസ്റ്റ്ബിന്നിലേക്ക് നോക്കൂ. അതിൽ ധാരാളം ഡിസ്പോസലും ടിഷ്യൂ പേപ്പറും കിടക്കുന്നുണ്ട്. പാനിപൂരിക്കാരനാണ് കള്ളം പറയുന്നത്. പോലീസ് അയാളോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നു. ക്രിമിനലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ടോണിയും ബെന്നും ഒരു ദിവസം ഹൈക്കിംഗ് ചെയ്യുകയായിരുന്നു. അവർ ഒരു നദിയുടെ കരയിലേക്ക് എത്തുന്നു. നദി കടക്കുവാൻ പാലമൊന്നും ഉണ്ടായിരുന്നില്ല. 2 പേർക്കും നീന്തുവാനും അറിയില്ലായിരുന്നു. എന്നാൽ അവരെങ്ങനെ നദി കടക്കും? അവർക്ക് അടുത്തു നിന്നായി 2 തടിക്കഷ്ണങ്ങൾ കിട്ടുന്നു. പക്ഷേ തടിക്കഷ്ണം തീരെ ചെറുതായിരുന്നു. 2നെയും മേൽക്കുമേൽ വച്ചിട്ട് നദി കടക്കാമായിരുന്നു. അങ്ങനെ ഒന്ന് മറ്റൊന്നിന് മേൽ വച്ചിട്ട് നടക്കുകയാണെങ്കിൽ നടുക്കെത്തുമ്പോൾ അത് പൊട്ടിപ്പോകും. അതിനർത്ഥം ഇങ്ങനെ നദി കടക്കുവാനാകില്ല എന്നാണ്. എന്നാൽ ഈ തടി ഉപയോഗിച്ച് തന്നെ നദി കടക്കുവാനാകും. ഒരു സ്മാർട്ട് ഐഡിയ വെച്ച്. അപ്പോൾ ലോജിക്കൽ ആർമി, ആ പ്ലാൻ ഉപയോഗിച്ച് നദി എങ്ങനെ കടക്കാം? ചിന്തിക്കൂ. ടോണി ആദ്യം ഒരു തടിക്കഷ്ണം വച്ചതിന് ശേഷം അതിനു മുകളിൽ കയറി നിൽക്കും. എന്നിട്ടവൻ അടുത്ത തടിയെ ആദ്യത്തെ തടിയുടെ മുകളിൽ വയ്ക്കും. ടോണിയുടെ ഭാരം കാരണം 2ാമത്തെ തടി താഴെ വീഴില്ല. ബെൻ ആ തടിയിൽ കയറി നദി കടക്കും. ബെൻ എന്തായാലും നദി മുറിച്ച് കടന്നു കഴിഞ്ഞു. ഇനി ടോണി എങ്ങനെ നദി കടക്കും? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ഉത്തരം സിമ്പിളാണ്. അവൻ എന്താണോ ആദ്യം ചെയ്തത് അതിനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ചെയ്യും. ഇനി ബെൻ തടിയുടെ മുകളിൽ നിന്നിട്ട് മറ്റേ തടിയെ അതിന് മുകളിൽ വയ്ക്കും. എന്നിട്ട് ടോണി അതിന് മുകളിൽ കയറി നദി കടക്കും. തല പുകയുന്ന ഒരു റിഡിൽസിനാണ് ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നത്. ലൈക്ക് എന്തായാലും കിട്ടണം. അടുത്ത റിഡിലേക്ക് പോകാം. മിസ്റ്റർ ബോബിന് ഒരു കോൾ വരുന്നു. ഞങ്ങൾ നിന്റെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. അവനെ ജീവനോടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് $1000 വേണം. അദ്ദേഹം ശരിക്കും പേടിക്കുന്നു. ഉടനെ തന്നെ സ്കൂളിലേക്ക് വിളിക്കുന്നു. എന്നാൽ ടീച്ചർ പറയുന്നു അദ്ദേഹത്തിന്റെ മകൻ സുരക്ഷിതനാണെന്ന്. എന്നിട്ട് ബോബിന് മകന്റെ ചിത്രവും അയച്ചു കൊടുക്കുന്നു. ചിത്രം കണ്ടതും മിസ്റ്റർ ബോബിന് ആശ്വാസമാകുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു എന്ന വിവരം സ്കൂളിൽ നിന്ന് കിട്ടുന്നു. പെട്ടെന്ന് തന്നെ ഈ വിവരം ഡിറ്റക്റ്റീവ് മെഹുലിനെ അറിയിക്കുന്നു. അദ്ദേഹം സ്കൂളിലേക്ക് എത്തിച്ചേരുന്നു. അദ്ദേഹത്തിന് 3 കാറിൽ ഡൗട്ട് തോന്നുന്നു. ഇതാണ് ആ 3 കാറുകൾ. കാർ 1, കാർ 2, കാർ 3. മെഹുലിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഇതിലേത് കാറാണ് കിഡ്നാപ്പിംഗിനായി ഉപയോഗിച്ചതെന്ന്. എന്താ ലോജിക്കൽ ആർമി? മെഹുലിന് അതെങ്ങനെയാണ് മനസ്സിലായത്? ചിന്തിക്കൂ. ടീച്ചർ ബോബിന് അയച്ച കുട്ടിയുടെ ചിത്രത്തിൽ അവന്റെ അടുത്ത് ഒരു ബോട്ടിലുണ്ടായിരുന്നു. ആ ബോട്ടിൽ കാർ 3യിൽ കിടക്കുകയാണ്. വരൂ, നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. റോണിന് ജോയി എന്തോ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുകയാണെന്ന് ഉറപ്പുണ്ടായിരുന്നു. അവന് ജോലി ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ ഓരോ മാസവും പുതിയ ബൈക്കുകൾ വാങ്ങുന്നുണ്ടായിരുന്നു. ഇന്ന് റോണും പുതിയ ബൈക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അവൻ അവിടെ എത്തി ബൈക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷമാകുന്നു. എന്നാൽ ആ സമയത്ത് അവിടേക്ക് ജോയി വരുന്നു. ജോയിയുടെ കയ്യിലും അതുപോലത്തെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. എന്നാൽ റോണിന് ജോയിയുടെ ബൈക്ക് കണ്ടപ്പോഴേ ഇത് മോഷ്ടിച്ച ബൈക്കാണെന്ന് ബോധ്യപ്പെടുന്നു. ലോജിക്കൽ ആർമി, റോണിന് ഇത് എങ്ങനെയാണ് മനസ്സിലായത്? ചിന്തിക്കൂ. 2 നമ്പർ പ്ലേറ്റ് നോക്കൂ, ഒരുപോലെയുണ്ട്. റോണി ഇപ്പോഴാണ് ബൈക്ക് എടുത്തത്. അതുകൊണ്ട് അതിന്റെ ലൈസൻസ് പ്ലേറ്റ് ഫേക്ക് ആകില്ല. അതിനർത്ഥം ജോയിയുടെ ലൈസൻസ് ഫേക്ക് ആണെന്നാണ്. റോണിന് ജോയിയെ കുറിച്ചുണ്ടായിരുന്ന സംശയം ഉറപ്പിക്കപ്പെടുന്നു. അടുത്ത റീഡിലേക്ക് പോകാം.
മെഹുലിന്റെ കുട്ടിക്കാലത്തെ സുഹൃത്ത് മനീഷ് ഫോറിൻ രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ പോകുന്നു. എന്നിട്ട് തിരിച്ചു വന്ന മെഹുലിന് കുറച്ച് ഫോട്ടോകൾ കാണിച്ചു കൊടുക്കുന്നു. ഇത് അവിടുത്തെ മനോഹരമായ സൂര്യോദയമാണ്, ഇത് അവിടുത്തെ മനോഹരമായ സൂര്യാസ്തമനവും. മെഹുലിന് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നു ഈ ഫോട്ടോകൾ ഒറിജിനൽ അല്ല എന്ന്. മെഹുലിന് ഇതെങ്ങനെയാണ് മനസ്സിലായത്? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒരേ പാർക്കിന്റെ പുറകുവശത്തു കൂടിയാണ്. അതെങ്ങനെ സാധിക്കും? സൂര്യൻ ഉദിക്കുന്നത് കിഴക്കും അസ്തമിക്കുന്നത് പടിഞ്ഞാറുമാണ്. തന്റെ സുഹൃത്ത് തന്നെ വിഡ്ഢിയാക്കുവാൻ ശ്രമിക്കുകയാണെന്ന് മെഹുലിന് പെട്ടെന്ന് മനസ്സിലാകുന്നു. വരൂ, നമുക്കിനി അടുത്ത റിഡിലേക്ക് പോകാം. ആലിയ റിഡിൽ സോൾവ് ചെയ്യുകയാണ്. ആലിയയ്ക്ക് ഈ റിഡിൽ സോൾവ് ചെയ്യുവാൻ കഴിഞ്ഞാൽ അവളുടെ സുഹൃത്തുക്കൾ അവൾക്ക് പൊറോട്ട വാങ്ങിക്കൊടുക്കും. ഈ 3 ഇമോജികൾ നോക്കിയിട്ട് ഇത് ഏത് പെൺകുട്ടിയുടെ പേരാണെന്ന് പറയൂ. ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ആലിയയ്ക്ക് ഉത്തരം പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഷൂ പ്ലസ് റൂ പ്ലസ് ടി. അത് ശ്രുതിയാണ്. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലായോ? വരൂ, നമുക്ക് അടുത്ത റിഡിലേക്ക് പോകാം. കാട്ടിൽ അനധികൃതമായി ആരോ മരം വെട്ടുകയാണെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വിവരം കിട്ടുന്നു. പോലീസ് കാട്ടിൽ പോയി നോക്കുമ്പോൾ ഒരു മരം മുറിച്ചിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഫോറസ്റ്റ് പോലീസ് ആ കാടിനാകെ വളയുന്നു. എന്നിട്ട് 3 പേരെ പിടിക്കുന്നു. ആ 3 പേരിൽ ആരാണ് മരം മുറിച്ചതെന്ന് പെട്ടെന്ന് തന്നെ പോലീസിന് മനസ്സിലാകുന്നു. ലോജിക്കൽ ആർമി, ABCയിൽ ആരാണ് മരം മുറിച്ചത്? ചിന്തിക്കൂ. രണ്ടാമത്തെ ആൾ തന്റെ കോടാലി കൊണ്ട് മരം മുറിച്ചിട്ടുണ്ടാവാം. ആദ്യത്തെ മനുഷ്യൻ തന്റെ വുഡ് കട്ടർ മെഷീൻ വെച്ചാണ് മരം മുറിച്ചിരുന്നതെങ്കിൽ മരം സ്ലൈസ് ആയ മുറിയുമായിരുന്നുള്ളൂ. മൂന്നാമത്തെ മനുഷ്യന്റെ കയ്യിലുള്ളത് കോക്കനട്ട് കട്ടറാണ്. അത് വെച്ചിട്ട് ഇത്രയും വലിയ മരം എങ്ങനെയാണ് മുറിക്കുന്നത്? അതിനർത്ഥം രണ്ടാമനാണ് മരം മുറിച്ചത്. അയാളെ പിടികൂടുന്നു. വരൂ, നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ബൈക്കുകാരൻ ഒരു ലേഡിയുടെ പേഴ്സ് തട്ടിപ്പറിച്ച് കടന്നു കളയുന്നു. ആ സമയത്ത് ഡിറ്റക്റ്റീവ് മെഹുൽ അതിനടുത്തായി ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലേഡി മെഹുലിന് ബൈക്കിന്റെ നമ്പറും കളറും പറഞ്ഞു കൊടുക്കുന്നു. ബൈക്ക് പച്ച കളറിലാണുള്ളത്. നമ്പർ 6996. ട്രാഫിക് പോലീസിന്റെ സഹായത്തോടെ മെഹുൽ അടുത്ത സിഗ്നലിലെ എല്ലാ ബൈക്കും തടഞ്ഞു നിർത്തുന്നു. ട്രാഫിക് പോലീസുകാരൻ എല്ലാ ബൈക്കുകാരെയും ഒരു സൈഡിൽ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. അവിടെ 3 ഗ്രീൻ കളറിലുള്ള ബൈക്കാണ് ഉണ്ടായിരുന്നത്. അത് കാണുവാൻ ഒരുപോലെയായിരുന്നു. ഏതാണ് കള്ളന്റെ ബൈക്ക് എന്ന് മെഹുലിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ലോജിക്കൽ ആർമി, ഈ 3 എണ്ണത്തിൽ ഏതായിരിക്കും കള്ളന്റെ ബൈക്കെന്ന് നിങ്ങൾക്ക് പറയുവാനാകുമോ? രണ്ടാമത്തെ ബൈക്കിന്റെ നമ്പർ നോക്കൂ, 9966 ആണ്. ആ നമ്പറിനെ നമ്മളൊന്ന് മാറ്റി തിരിച്ചു വെച്ചാൽ അതാകും 6996. മെഹുൽ അതിന്റെ നമ്പർ പ്ലേറ്റിനെ പിടിച്ചു മാറ്റി നോക്കുന്നു. അപ്പോൾ അത് സുഖമായി മാറുന്നുണ്ടായിരുന്നു. ഇതിനർത്ഥം അയാൾ വഴിയിൽ വെച്ച നമ്പറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടാകും. എന്തെന്ന് വെച്ചാൽ അയാളെ ആരും കണ്ടുപിടിക്കാതിരിക്കുവാനായി. പക്ഷേ മെഹുൽ സ്മാർട്ടാണല്ലോ. വരൂ, നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. മോട്ടു അങ്കിൾ കിച്ചണിൽ പഴം വയ്ക്കുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ അതിൽ നിന്ന് 4-5 പഴം കഴിക്കുന്നു. വീട്ടിൽ 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. മോട്ടു അങ്കിൾ 3 കുട്ടികളെയും ചോദ്യം ചെയ്യുന്നു. എന്നാൽ സത്യം അറിയുവാൻ കഴിയുന്നില്ല. അതിനുശേഷം മോട്ടു അങ്കിൾ 3 കുട്ടികളെയും പല മുറികളിലായി അടയ്ക്കുന്നു. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ പഴം തിന്നുവാനായി കൊടുക്കുന്നു. പഴം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരാണ് തന്റെ പഴം എടുത്തതെന്ന് മോട്ടു അങ്കിളിന് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ ശ്രദ്ധിച്ച് ആ സാധനങ്ങളിലൊക്കെ നോക്കൂ. കിച്ചണിൽ കിടന്ന പഴത്തൊലിയും രണ്ടാമത്തെ റൂമിലെ കുട്ടി കഴിച്ച പഴത്തിന്റെ തൊലിയും മാച്ച് ചെയ്യുന്നുണ്ട്. അവൻ പഴത്തൊലിയെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. എന്നാൽ 1-മത്തെയും 3-മത്തെയും മുറിയിലെ കുട്ടികൾ തൊലി മുഴുവനായി പൊളിച്ചു കളഞ്ഞിട്ടല്ല കഴിക്കുന്നത്. അങ്കിൾ ജിയുടെ ഈ ബുദ്ധിക്ക് ഒരു ലൈക്ക് തീർച്ചയായും കിട്ടണം കേട്ടോ. നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ജോയിയും അമാൻഡയും കുറെ നാളുകളായി പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം അവർ കോഫി ഡേറ്റിൽ വെച്ച് കണ്ടുമുട്ടുവാൻ തീരുമാനിക്കുന്നു. അമാൻഡ ജോയിയോട് പറയുന്നു, ഞാൻ കോഫി ഡേറ്റിൽ റെഡ് റോസ് വെച്ച് കൊണ്ടുവരാമെന്ന്. ജോയി കഫേയിൽ എത്തിച്ചേരുന്നു. ആ ദിവസം അവിടെ 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. 3 പേരും റെഡ് റോസ് വെച്ചിരുന്നു. ജോയിക്ക് ആകെ കൺഫ്യൂഷൻ ആകുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ഈ 3 പെൺകുട്ടികളെ നോക്കിയിട്ട് ജോയിയുടെ ഡേറ്റ് അമാൻഡ ഏതായിരിക്കുമെന്ന് പറയുവാനാകുമോ? ചിന്തിക്കൂ. ആദ്യത്തെ ഗേളിന്റെ ടേബിളിൽ ഇപ്പോൾ തന്നെ 2 കോഫി വെച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി ആരുടെയോ ഒപ്പമാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ടേബിളിന് അടുത്തിരിക്കുന്ന പെൺകുട്ടി കാഷ്വൽ ഡ്രസ്സിലാണുള്ളത്. പോരാത്തതിന് ബുക്കും വായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം ആ പെൺകുട്ടി ഒരു ഡേറ്റിന് വന്നതല്ല. 3-മത്തെ പെൺകുട്ടിയെ നോക്കൂ, അവൾ ആരെയോ കാത്തിരിക്കുകയാണ്. അവളായിരിക്കാം ജോയിയെ കാത്തിരിക്കുന്നത്. ജോയി പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് 2 പേരും ഒരുമിച്ചിരുന്ന് കോഫി കുടിക്കുന്നു. നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ഈ പിക്ചർ നോക്കിയിട്ട് ഇതിൽ ആരൊക്കെയാണ് സോംബി എന്ന് എന്നോട് പറയൂ. ശരിക്കും ആലോചിക്കണം കേട്ടോ ലോജിക്കൽ ആർമി. നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നോട് പറയൂ. ഇത്തരം രസകരമായ റീഡിൽസിനായി ഈ ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.